ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജിബിൻ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പുതിയൊരു അറിവായിട്ടാണ് വരുന്നത്. അറിവെന്ന് പറഞ്ഞാൽ 2 ആപ്പാണ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ആപ്പ് നമുക്ക് നമ്മുടെ ഇങ്ങനെ ഓരോ വെബ്സൈറ്റിനകത്ത് കയറുമ്പോഴത്തേക്ക് അനാവശ്യമായിട്ട് നമുക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട്. അത് പോപ്പപ്പുകൾ നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു വെബ്സൈറ്റിനകത്ത് കയറുമ്പോഴത്തേക്ക് അതിനെ റീഡയറക്റ്റ് ചെയ്ത് അടുത്തൊരു പോപ്പപ്പ് വരും. അങ്ങനെ ശല്യമായിട്ട് വരുന്ന പരസ്യം നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അടുത്തൊരു ആപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ്, അതായത് ഒരു ഫോട്ടോയുടെ മുകളിൽ നല്ല ഭംഗിയായിട്ട് ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്ത് ഓർത്തിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തില്ലേ, അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെയാണെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, ഇതൊരു മലയാളം സിനിമ ഡൗൺലോഡിൻ്റെ സൈറ്റാണ്. ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടാവും ഇത് അഡ്വർടൈസ്മെൻ്റ് ആണ്, പോപ്പപ്പാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച സൈറ്റിനകത്തല്ല കയറി പോകുന്നത്. ഇത് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയവർക്ക് ഇത് കാരണം പൈസ കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്യണം, വീണ്ടും എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓക്കെ, അങ്ങനെ കുറേ പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സൈറ്റിലോട്ട് കയറി പോകത്തുള്ളൂ. ഓക്കെ, അവരുടെ അവിടെ ഒരു 100 കൂട്ടം അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും വരും. ഓക്കെ, ഇതാണ്ട് അവർ അഡ്വർടൈസ്മെൻറ്റൊക്കെ ലോഡാവുന്നുണ്ട്. നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രശ്നം. ഓക്കെ, ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇതിപ്പോൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് പറഞ്ഞുതരാം. ഇതിനായി സ്റ്റോപ്പ് ആഡ് എന്നൊരു ആപ്പാണ് ഉപയോഗിക്കുന്നത്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പെർമിഷൻ ചോദിക്കും, അതായത് നമ്മൾ അൺനോൺ സോഴ്സ് ഓൺ ആക്കണം. അതിനായി ഇവിടെ അൺനോൺ സോഴ്സ് ടിക്ക് കൊടുക്കുക, ചോദിക്കും, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഈ ആപ്പ് ഇൻസ്റ്റാൾ ആവുകയാണ്. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാളായി. അതിനുശേഷം നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. നമ്മൾ ഇതിൽ പോയിട്ട് ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഈ ഇൻ്റർഫേസിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു VPN ആണ് ഓൺ ആവുന്നത്. VPN എന്ന് പറഞ്ഞാൽ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ആ VPN വഴിയാണ് നമ്മുടെ കണക്ഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെക്യൂർ ആയിട്ടുള്ള വെബ് പേജാണ് ഇവർ ലോഡാക്കി തരുന്നത്. ഓൺ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ആഡ് ബ്ലോക്കർ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാം. ക്രോം. ഓക്കെ, വെബ്സൈറ്റ് ലോഡായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അഡ്വർടൈസ്മെൻറ്റ് പോപ്പപ്പോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ഈ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി ബ്രൗസ് ചെയ്യാൻ പറ്റും. ഒരു തരത്തിലും അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് നിങ്ങളെ ഇൻ്ററപ്റ്റ് ചെയ്യത്തില്ല. അടുത്ത ആപ്പ് പരിചയപ്പെടാം. ഓക്കെ, ആപ്പിൻ്റെ പേര് അഡോബ് സ്പ്ലാഷ് എന്നാണ്. ഓക്കെ, അടിച്ച് സെർച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വരുന്ന ആപ്പ്. ഓക്കെ, 26 MB ഉള്ള ആപ്പാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ അഡോബ് സ്പാർക്ക് എന്ന് എഴുതി കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് ലോഗിൻ ചെയ്യണം. അതിനായി നമുക്കിവിടെ ഗൂഗിൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ലോഗിൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കും. അഗ്രി കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇൻ്റർഫേസിലാണ് ആദ്യം നമ്മൾ വന്നിരുന്നത്. ഈ ഇൻ്റർഫേസിൽ എന്ന് പറഞ്ഞാൽ അവർ തന്നെ തന്നിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സാണ് തന്നേക്കുന്നത്. ടെംപ്ലേറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്ത് നമുക്ക് തന്നെ നമ്മുടെ എഡിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഈ പാർട്ടി എന്നുള്ള സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ റിമിക്സ് എന്ന് കണ്ടോ, ഈ റിമിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ റിമിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസാണ് വരുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ഇൻ്റർഫേസ്. നമുക്ക് ഇവിടെ ഓരോന്ന് ക്ലിക്ക് ചെയ്താണ് എഡിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഈ പാർട്ടി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് ആവശ്യമായ ഒരു നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുവാണ്, ജിബിൻ. ഇപ്പോൾ ഓക്കെ, അവിടെ ജിബിൻ എന്നായി. ഓക്കെ, ഇനി താഴെയുള്ള ഹെഡിങ്. ഓക്കെ, ഇവിടെ ടെക് ബ്ലോഗർ. ഓക്കെ, ഈ ഇവിടെയുള്ള പിക്ചറൊക്കെ മാറ്റാൻ വേണ്ടി സൂം ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവച്ച് സൂം കൊടുത്താൽ മതി. ഇങ്ങനെ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അകത്ത് സൂം ചെയ്യാം. ഇങ്ങനെ സൂം ചെയ്യാം. ഓരോ കണ്ടൻറ്റ് മാറ്റാൻ വേണ്ടി ആ കണ്ടൻറ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് മാറ്റാം. ഓക്കെ, ഇവിടെ ഡേറ്റ് അല്ല, ഇവിടെ എന്ത് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ
ഇവിടെ എന്ത് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ വേണമെങ്കിൽ ഇവിടുത്തെ ഇമേജ് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഗാലറിയിലുള്ള ഇമേജ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് വളരെ ടെക്നോളജി ഒന്നും അറിയത്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന പോലെ നമുക്കും ഇൻട്രൊഡക്ഷനായിട്ട് ഓരോ ഗ്രാഫിക് ഡിസൈൻ വഴി ഓരോ പിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ ലൈറ്റ് കളർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇന്നത്തെ 2 ആപ്പുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക.